ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ പുതിയൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് പല അപ്ഡേറ്റുകളും നിങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞില്ല, കാരണം കുറച്ചേറെ തിരക്കുകൾ ഉണ്ടായിരുന്നു. അതിന്റെ പിന്നാലെ യാത്രയിലായിരുന്നു. ഇപ്പോഴാണൊന്ന് ഫ്രീ ആയിട്ട് വന്നത്. ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. പവർ റൂമിന് വേണ്ടിയുള്ള മത്സരങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ 3 കുടങ്ങൾ വീതം, അത് ഒരു കുടം തലയിലും 2 കുടങ്ങൾ 2 കൈകളിലും വെക്കുക. ഇരുവശങ്ങളിലേക്കും കൈകൾ സ്ട്രെയിറ്റ് ആയിട്ട് നിവർത്തി പിടിച്ചുകൊണ്ട് ഇത് ഹോൾഡ് ചെയ്ത് അങ്ങനെ നിൽക്കുക. ഏറ്റവും കൂടുതൽ സമയം നിൽക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സമയം നിൽക്കുന്ന ആ ടീം ഏതാണോ അവരാണ് വിജയിക്കുന്ന ടീം. മിക്ക ആൾക്കാരും നിസ്സാര നിമിഷം കൊണ്ട് തന്നെ പുറത്തുപോയി. കാരണം ക്യാപ്റ്റൻ ജിൻഡോയാണ് ഇത് നയിച്ചുകൊണ്ടിരുന്നത്. അവിടെ കൈയുടെ മുട്ട് ചെറുതായിട്ടൊന്ന് അനങ്ങുകയോ താഴേക്ക് പോവുകയോ ചെയ്താൽ അപ്പോൾ തന്നെ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്ത് അങ്ങ് വിടുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ പേരിൽ അവിടെ വലിയ ചർച്ചയും തർക്കവും ബഹളവും ഒക്കെ നടക്കുന്നത് കാണുവാനും സാധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഫെയർ ആയിട്ട് കളിച്ച പല ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ പിടിച്ചു നിൽക്കുവാൻ പലർക്കും കഴിഞ്ഞില്ല. പലരുടെയും കൈമുട്ടുകൾ വളഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ജിൻഡോ ഔട്ടാക്കുകയും ചെയ്തു. ഒടുവിലെത്തിയപ്പോൾ സായിയും നമ്മുടെ അഭിഷേക് ശ്രീകുമാറും മാത്രമാണ്, അവരൊരു ടീമാണ്. ആ ടീമിൽ നിന്നും അവർ 2 പേരും മാത്രമാണ് വന്നത്. അങ്ങനെ ഒന്നാമത്തെ ഗെയിം അവിടെ അവസാനിച്ചു. അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് എല്ലാവരെയും കൂടെ വിളിച്ചു കയറ്റുന്നു. ജിൻഡോയെ ശാസിക്കുകയാണ്. ജിൻഡോ, ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഇങ്ങനെയാണോ ചെയ്യുന്നത്? ഇത് ഫെയർ ആയിട്ടുള്ള ഗെയിം അല്ല എന്ന രീതിയിൽ ജിൻഡോയുടെ ആ വിലയിരുത്തലിനെ, ജഡ്ജ്മെന്റിനെ കൃത്യമായിട്ട് ബിഗ് ബോസ് വാൺ ചെയ്തിരിക്കുകയാണ്. കാരണം കൈയുടെ മുട്ട് ഒന്ന് അനങ്ങാൻ പോലും പാടില്ല. ചെറുതായിട്ടൊന്ന് താഴേക്ക് പോവുകയാണെങ്കിൽ ഉടനെ ആൾക്കാരെ ഔട്ടാക്കുകയായിരുന്നു. ഇത് അങ്ങനെ ഒരു മത്സരമല്ല. ഇത് കൈമുട്ട് വളയാൻ പാടില്ല, പക്ഷെ ഒരു ഇച്ചിരിയൊക്കെ താഴേക്ക് പോകുന്നത് പ്രശ്നവുമല്ല. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല ചെയ്തത് എന്ന് പറഞ്ഞു. ഒടുവിൽ ജിൻഡോയെ ജഡ്ജ്മെന്റ് സ്ഥാനത്തുനിന്ന് മാറ്റിയിട്ട് പകരം പവർ ടീമിനെ പൂർണ്ണമായിട്ടും ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ്. മത്സരം കുറച്ചൊക്കെ ആവേശകരമാക്കി തീർക്കുവാൻ വേണ്ടി അല്പസ്വല്പം വിട്ടുവീഴ്ചകളാകാം. ഒന്നാമത്തെ പ്രാവശ്യം അല്പം കൈ വളഞ്ഞതുകൊണ്ട് പുറത്താക്കരുത്. 2ാം തവണയും അവസരം കൊടുക്കുക. അങ്ങനെ 3ാമത്തെ തവണ പൂർണ്ണമായിട്ടും കൈമുട്ട് വളഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഗെയിമിൽ നിന്നും ഔട്ടാക്കുക. ഈ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ബിഗ് ബോസ് പറഞ്ഞത്. അത് പവർ ടീമിന് കൃത്യമായി മനസ്സിലാക്കുവാനും കഴിഞ്ഞു. അപ്പോൾ തന്നെ എല്ലാ മത്സരാർത്ഥികൾക്കും അത് കൃത്യമായി ബോധ്യപ്പെടുകയും ചെയ്തു. ആദ്യ മത്സരം റദ്ദാക്കി അതിനുശേഷം 2ാമത്തെ മത്സരം വീണ്ടും ആരംഭിക്കുകയാണ്. ഈ മത്സരം വളരെ ആവേശകരമായിരുന്നു. മുൻപുള്ളതിനേക്കാളും കുറച്ചേറെ സമയം ഈ മത്സരം ഇങ്ങനെയുള്ള വിട്ടുവീഴ്ച കൊടുത്തത് കൊണ്ട് തന്നെ നിലനിൽക്കുകയും ചെയ്തു. സമയദൈർഘ്യം കൂടുന്നതിനനുസരിച്ച് ആൾക്കാർ ക്ഷീണിക്കുവാൻ തുടങ്ങി. കൈക്ക് വേദനകൾ ആരംഭിച്ചു. പല ആൾക്കാരും അതിനകത്തൊന്ന് പതിയെ പതിയെ വിട്ടുമാറുവാൻ തുടങ്ങി. എന്നാൽ അവസാന പോയിന്റ് വരെയോളം 3 ആൾക്കാർ നിലനിന്നു. അത് ആദ്യ പ്രാവശ്യം നിലനിന്ന 2 ആൾക്കാർ, ഒന്ന് സായി, 2 അഭിഷേക് ശ്രീകുമാർ, 3ാമത് ഇപ്പോൾ ഗബ്രിയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് അഭിഷേക് ശ്രീകുമാറിന്റെയും ഗബ്രിയുടെയും കൈകളിൽ നിന്നും കലം താഴെ പോകുന്നത്. അതിൽ ആദ്യം ഗബ്രിയുടെ കയ്യിൽ നിന്നാണ് പോകുന്നത്. അതിനുശേഷം അഭിഷേക് അടുത്ത സെക്കൻഡിൽ തന്നെ സായിയുടെ കയ്യിൽ നിന്നും കലം പോവുകയാണ്. അങ്ങനെ സായിയുടെ ടീമിന് 2 പോയിന്റും ഗബ്രിയുടെ ടീമിന് 1 പോയിന്റുമായിട്ട് ഈ മത്സരത്തിൽ വിധി നിർണയിക്കപ്പെട്ടു. കഴിഞ്ഞ ദിവസത്തെ മത്സരവും ഇന്നത്തെ മത്സരവും കൂടി ഒരുമിച്ച് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 ടീമുകളും ഒരേപോലെ ടൈ ആയി നിൽക്കുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരം ഗംഭീരമായിരിക്കും.